പത്തനാപുരയിലെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് പാലക്കൽ തറവാട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ രവിവർമ്മ എന്ന തമ്പുരാൻ ഉണ്ടായിരുന്നു. അയാളുടെ ഏക മകനായിരുന്നു കൃഷ്ണവർമ്മ തമ്പുരാൻ. അവർ നല്ല രീതിയിൽ താമസിക്കുകയായിരുന്നു. അവിടുത്തെ ഒരു ദാസിയാണ് നങ്ങേലി. അയാളുടെ ഒറ്റ മകളാണ് നീലി. ഈ നീലിയും കൃഷ്ണവർമ്മ തമ്പുരാനും കൂടി പ്രണയത്തിലാകുകയാണ്. അവിടെയാണ് കഥ തുടങ്ങുന്നത്. അവർ ദിവസങ്ങളോളം പ്രണയിച്ച് നല്ല രീതിയിൽ പോകുകയായിരുന്നു. ഒരു ദിവസം കൃഷ്ണവർമ്മ തമ്പുരാൻ നീലിയോട് പറഞ്ഞു, നീ ഇന്ന് രാത്രി കുളപ്പുരയിലേക്ക് വരണം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. നീലി ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നെ സമ്മതം മൂളി. അങ്ങനെ അവർ പ്രണയസല്ലാപത്തിൽ ഏർപ്പെടുമ്പോഴായിരുന്നു രവിവർമ്മ തമ്പുരാൻ കുളപ്പുഴ വരുന്നത്. അവിടെ വെച്ച് ഇവരുടെ ബന്ധം കാണുകയും ആ രവിവർമ്മ തമ്പുരാനിലുണ്ടായിരുന്ന ഉടവാള് കൊണ്ട് നീലിയുടെ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് 3-ാം ദിവസം കഴിഞ്ഞ് ഉഗ്രരൂപണിയായ നീലി യക്ഷിയായി മാറി രവിവർമ്മ തമ്പുരാൻ അടുക്കൽ വന്ന് രവിവർമ്മ തമ്പുരാനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ ദേഷ്യം മാറാതെ ആ ദേശത്തെ എല്ലാവരുടെയും ചോര കൂച്ചി കുടിച്ചും മാംസം ഭക്ഷിച്ചും ദിവസങ്ങളോളം അവൾ പ്രതികാരദാഗിയായി അലഞ്ഞു. അവിടുത്തെ നാട്ടുകാർ പേടിച്ച് വിറച്ച ദിവസങ്ങളായിരുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഇവളുടെ ശല്യം ഒഴിവാക്കണം, നമുക്ക് ബ്രഹ്മദത്ത നമ്പൂതിരിയെ പോയി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ബ്രഹ്മദേശത്തേക്ക് മടങ്ങി. കഥ തുടരുന്നു.